എല്ലാവരും പോകാത്തൊരു ഡിഫറെൻറ്റ് വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഷോർട്ട് ഫിലിം ചെയ്യാം, അതാണല്ലോ എല്ലാവരും പോണ വഴി. ഇങ്ങനൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കഥ എഴുതിയത്. ചേട്ടാ ഈ ക്യാരക്ടർ ഉണ്ട്, ഈ ക്യാരക്ടർ ഉണ്ട്, ചേട്ടൻ ഇത് വേണം. കാരണം ചേട്ടൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി, കാരണം ചേട്ടൻ്റെ വീട്ടിലുള്ള ആളാണ്, ചേട്ടൻ ഫസ്റ്റ് കിട്ടും, എന്നിട്ട് വേണം ബാക്കി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനായിട്ട്. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ചേട്ടൻ ബാംഗ്ലൂരായിരുന്നു, അപ്പോൾ അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പോകും. ചേട്ടൻ അത്യാവശ്യം CD ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പേര് പോലും വായിക്കാൻ പറ്റാത്തൊരു പടം ഞാൻ ഇട്ട് കണ്ടു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ട്, ക്വിന്റിൻ ടാറാന്റിനോ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമുക്കന്ന് വായിക്കാൻ പോലും അറിഞ്ഞോട്ടെ. അത് പൾപ്പ് ഫിക്ഷൻ തന്നെയായിരുന്നു. അഞ്ചക്കള്ള കോക്കൻ, ഡയറക്ടർ ഉല്ലാസ് ചെമ്പൻ, ഷെവൻ സ്റ്റുഡിയോയിൽ. കോക്കാൻ, അഞ്ചക്കള്ള കോക്കാൻ ആദ്യം ഇറങ്ങിയപ്പം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഈ പേര് കുറച്ച് ഈസി ആയിരുന്നെങ്കിൽ. പേര് ആ ഫസ്റ്റ് തോട്ട് വന്നപ്പോൾ ഇട്ടതാണോ അതോ പിന്നെ വന്നതാണോ? അതെ, ആ ഫസ്റ്റ് തോട്ട് വന്നപ്പോൾ തന്നെ അഞ്ചക്കള്ള കോക്കാനാണ് നമ്മൾ ടൈറ്റിൽ ഇട്ടത്. നമ്മളൊരു വർക്കിംഗ് ടൈറ്റിൽ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കായിരുന്നു. അപ്പോൾ അഞ്ചക്കള്ള കോക്കാൻ എഴുതിയിട്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പം എൻ്റെ കോറൈറ്ററായിട്ട് ഇത് തന്നെ വേണമെന്ന്. ബട്ട് എല്ലാ ടൈമും ഞങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വന്നപ്പോൾ നമ്മൾ അഞ്ചക്കള്ള കോക്കാൻ തന്നെ വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. അതെ അല്ലേ. പേര് ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പം കുറച്ച് പേരെങ്കിലും പേര് കേട്ട് ഇങ്ങനെ പറയാൻ ഈസി അല്ല, അതിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബാക്ക് ഫയർ അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ബാക്ക് ഫയർ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ, കാരണം ഈ ഒരു ക്രിഞ്ചുള്ള പേരാണല്ലോ, അതായത് ഇതൊന്നും പേരാന്ന് ചിലപ്പോൾ അത് കാണുമ്പോൾ തോന്നും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മ്യൂസിക് ട്രാക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ ഈ അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്നത് ഡബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ പീസ് മാത്രം കട്ട് ചെയ്തിട്ട് മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ പുള്ളി അതവിടെ അതിൽ നിന്ന് മ്യൂസിക് പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ സ്റ്റുഡിയോയിൽ, പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടിട്ട് പുള്ളിയുടെ 3 വയസ്സുള്ള കുട്ടി ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ഭയങ്കര പ്രോപ്പറായിട്ട് ഇത് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസ് തന്നില്ല, കാരണം 3 വയസ്സായിട്ടുള്ളൊരു കുട്ടി പറഞ്ഞു. അപ്പോൾ ഞാനിത് വേറെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു അഞ്ചക്കള്ള കോക്കാന്ന് പ്രൊനൗൺസ് ചെയ്യാൻ അത് വായിച്ചെടുക്കാനോ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ വിചാരിക്കണേ. പിന്നെ ആൾക്കാരെല്ലാവരും തിരക്കല്ലേ, നമ്മുടെ പോസ്റ്ററൊക്കെ ചിലപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ചേട്ടനോട് പറയായിരുന്നു നമുക്ക് ശരിക്കും റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ വന്ദേ ഭാരതിൽ പോണവരൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടല്ലേ. പക്ഷെ പേഴ്സണലി എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര റയർ ആയിട്ടാണ് തോന്നിയത്. അത് ഇപ്പോൾ ഒരു അത് റയർ ആവണമെന്ന് വെച്ചിട്ട് ഇട്ടതല്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ വീട്ടിൽ ഉറങ്ങിയില്ലെങ്കിൽ അഞ്ചക്കള്ള കോക്കാൻ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ അമ്മ പറയുമ്പോൾ എൻ്റെ വിചാരം എല്ലാ വീട്ടിലും എല്ലാ അമ്മമാരും എല്ലാ കുട്ടികളോടും പറയുന്നുണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അറിയണേ ഇത് നമ്മുടെ വീട്ടിൽ അഞ്ചക്കള്ള കോക്കാൻ, ചില വീട്ടിൽ വേറെ വലുതായിരിക്കും, കോക്കാച്ചി ആയിരിക്കാം, ഇപ്പോൾ പാമ്പിച്ചി എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഇപ്പോൾ എന്തോ തൃശ്ശൂർ സൈഡ് അല്ലെങ്കിൽ മലബാർ സൈഡ്, അങ്ങനെ പല വീട്ടിലും ഇതിന് പല പേരാണ്. നമ്മളെല്ലാം കൂടി ചേർന്നിട്ട് നമ്മളൊരു ഇല്ലാത്ത ബൂഗിമാൻ എന്നൊക്കെ പറയുന്ന പോലെ ആണ് അതിൻ്റെ കൺസെപ്റ്റ്. അഞ്ചക്കള്ള കോക്കാൻ പിള്ളേരെ പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് സിനിമ നന്നായി വർക്കായി. അതിൽ ഈ ചാരാ ഷോപ്പിലെ അടി, പിന്നെ ആ ചിപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം, പിന്നെ നമ്മുടെ നടവരമ്പൻ പീറ്ററുടെയും ലുക്മാൻ്റെയും ക്യാരക്ടേഴ്സിൻ്റെ ലെയർ ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കിട്ടിയൊരു സാധനം. ഈ സിനിമയുടെ ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, അത് ഈ സിനിമ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം അപ്പോഴേ തീരുമാനിക്കപ്പെട്ടതാണോ? പൂർണ്ണമായിട്ട് അങ്ങനെയല്ല. കാരണം ഞങ്ങൾ ഈ സിനിമ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പീരീഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ ഇത് എവിടെയായിരിക്കും കേരളത്തിൽ നമുക്ക് ഈസി ആയിട്ട് പോയി പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഒരു മലയോരമാണ്, ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു കൃഷി, ഇപ്പോൾ തേയില അല്ലെങ്കിൽ ഏലം, അങ്ങനത്തെ ഒരു കൃഷിയുടെ ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. പക്ഷേ എവിടെയാണ് നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് കുറവിൽ ഒരു പീരീഡ് സെറ്റ് ചെയ്യാമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് വേണം എങ്ങനെ, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒരു ഡ്രാഫ്റ്റ് ഇരുന്നിട്ടുണ്ട്. ഞാൻ ആദ്യം തിരുവനന്തപുരം ബോണേക്കാട് ഏരിയയാണ് പോയി നോക്കിയത്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ബംഗ്ലാവൊക്കെ ഉണ്ട്, അവിടെ പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇടാൻ പറ്റിയതൊക്കെ. പക്ഷെ അത് നമുക്ക് വർക്കായില്ല. ഞാൻ അവിടെ ഒരു ആളൊക്കെ പോയി കണ്ടിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ വണ്ടിപ്പെരിയാർ സൈഡ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിക്സൺ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോളർ ഉണ്ട്. അപ്പോൾ പുള്ളിയോട് നമ്മൾ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞപ്പോൾ പുള്ളി സ്പെസിഫിക്കലി കൊണ്ടുപോയി കാണിച്ചു കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിപ്പോൾ വലിയ സെറ്റൊന്നും ആർട്ട് വർക്കിൻ്റെ ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ഈ കഥ പറയാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് എടുത്തു. അപ്പോൾ ആ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിൽ. ഈ ലൊക്കേഷൻ കണ്ടതിന് ശേഷം അതൊരു ചിലപ്പോൾ ഒരു 4-5 ഡ്രാഫ്റ്റിലേക്ക് ആയിരിക്കാം, പക്ഷെ അങ്ങനെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ ഒരു മേക്കിംഗ്, ഇപ്പോൾ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരിടത്ത് പോലും നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഒരു സമയമില്ല, ഇങ്ങനെ ടക്കടക്കടക്കേന്ന് പോവുകയാണ് ആ ഒരു പാക്കേജ്. അതുപോലെ എൻ്റെ മ്യൂസിക് പ്ലേസ് ചെയ്തേക്കുന്നത്, ഈ ഗില്ലാപ്പികളുടെ ഒരു പ്ലേസ്മെന്റ്, ആ ഒരു സ്റ്റൈൽ, മേക്കിംഗ് പാറ്റേൺ ഡെഫിനറ്റ്ലി നമ്മൾ
ഒരു പക്ഷേ എഴുതുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കഥ എഴുതിയത്. അതെ, ഒരിക്കലും ഇത് എഴുതിയിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാന്നല്ല, ഇങ്ങനത്തെ ഒരു പടം ചെയ്യണം, അതിന് കഥ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് വേറെ ആരും വന്ന് നമ്മളെ സമീപിച്ചില്ല, ഇങ്ങനൊരു കഥ ഉണ്ട് ചെയ്തോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഹാർഡ് ടാസ്ക്കാണ് എഴുതുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സൂരജ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞൊരു തോട്ടാണ്, ഇങ്ങനൊരു തോട്ടല്ല, റിയൽ ഇൻസിഡൻ്റ് ആണ്, ഇത് വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു പുള്ളി പറഞ്ഞൊരു ചെറിയ ഒരു റിയൽ ടൈം ഇൻസിഡൻറ്റിനെ നമ്മൾ പൂർണ്ണ രൂപത്തിലേക്ക് അഞ്ചക്കള കോക്കാനായിട്ട് മാറ്റുകയായിരുന്നു. റിയൽ ഇൻസിഡൻറ്റ് ഏതായിരുന്നു? ഒരു എനിക്ക് തോന്നുന്നു 80s അവസാനം 90s ആദ്യമായിട്ടാന്ന് തോന്നുന്നു. ഒരു നമ്മുടെ ഈ സൂരജിൻ്റെ അടുത്തുള്ള സൂരജിൻ്റെ ഫ്രണ്ടിൻ്റെ ആരോ ഒരു പോലീസിലുണ്ടായിരുന്ന ഒരാളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ജോയിൻ ചെയ്തപ്പോൾ അവിടെ അന്ന് രാത്രി എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞോ, ചിലപ്പോൾ അറിയാം, എനിക്കത് അറിഞ്ഞൂടെ പറയാമോ ഇല്ല, അത് എത്ര ലീഗലി നോട്ടറാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇപ്പം എനിക്ക് ഈ പൊറാട്ടുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലോ. ഇപ്പം പാമ്പിച്ചി എന്നുള്ള ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ തെയ്യമായിട്ട്, പക്ഷെ തെയ്യം കണ്ടിട്ടേ ഇല്ല. പൊറാട്ടിനോട് എത്ര പരിചയം ഉണ്ടായിരുന്നു? എഴുതുമില്ല, പടം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മളിപ്പോൾ ഈ പടത്തിൽ പൊറാട്ട് ഒറിജിനൽ ഒരു പൊറാട്ട ആശാനും അവരുടെ ടീം വന്ന് പെർഫോം ചെയ്യുന്നുണ്ട്, അവരെ കാണാൻ പോയതാ. അപ്പോൾ അന്ന് അവിടെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്തു. എന്താണ് ഇതിൻ്റെ ആക്ച്വൽ, എനിക്ക് അതല്ലാണ്ട് എല്ലാ രീതിയിലും അറിയാം, പക്ഷേ ഇത് ഇവരെങ്ങനെ പെർഫോം ചെയ്യണമെന്നൊന്ന് ജസ്റ്റ് ഒരു പ്ലേ, കുറവനും കുറത്തിയും അങ്ങനെ എന്തോ ഒരു പ്ലേ കണ്ടിരുന്നു. നോർമലി ഇപ്പോൾ പൊറാട്ടിലൊരു വിദൂഷകൻ ഒരു ഹാസ്യ രൂപേണയാണല്ലോ കാര്യങ്ങൾ ചോദിക്കും, ആ രീതിയിലാണ് പ്രസന്റേഷൻ. പക്ഷെ ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ബ്രില്യൻസ്, അതിനൊരു വയലൻസ് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. നേരെ തിരിച്ചാണ്, നമ്മൾ ആക്ച്വലി വയലൻസ് കഥ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, വയലൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ണാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ പൊറാട്ടിലോട്ടാണ് മാറ്റുന്നത്. നേരെ തിരിച്ചാണ് അത് അഡാപ്റ്റേഷൻ നടന്നിരിക്കുന്നത്. അതായത് പൊറാട്ട് എന്ന് പറയുന്ന കലാരൂപം എൻ്റെ ആക്ച്വൽ ഫോം ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ദൈവങ്ങളോട്, ഇഷ്ട ദൈവങ്ങളോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാടങ്ങളിലൊക്കെ അവർ വെച്ചിരിക്കുന്ന ദൈവങ്ങളോട്, കൊയ്ത്തായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ്. കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലത്താണ് പുറംകളി, പാങ്കളി എന്നൊക്കെ പറയും. അപ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അന്നത്തെ ആളുകൾ അവർക്ക് അവരുടെ തന്നെ ഒരു സെലിബ്രേഷനായിട്ടും അവരുടെ ചില ദുഃഖങ്ങൾ പറയലൊക്കെ ആയിട്ട് ആണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ അഡാപ്റ്റേഷനാണ് പറയുന്നത്, ചിലപ്പോൾ റിയലി അതാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കങ്ങനെ മനസ്സിലായി. അപ്പോൾ ഞാൻ ആ കലാരൂപത്തിനോട് ചേർന്ന് നിന്നിട്ടൊരു സിനിമ ചെയ്യണം എന്നല്ല, ഈ നമ്മളിപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥ ആ കലാരൂപത്തിനോട് ചേർന്ന് നിന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ ഈ നമ്മൾ പറയുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം റിവഞ്ച് നമ്മൾ പൊറാട്ടിലേക്ക് ഇൻഫ്യൂസ് ചെയ്തു. പൊറാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഈ സ്റ്റേഷനിൽ വന്ന് കാണുന്ന വേറൊരു പൊറാട്ട്, അങ്ങനെ വായിച്ചെടുക്കാം. ഇപ്പൊ ഈ ക്യാരക്ടറിന്റെ ലേയേഴ്സ് ഒക്കെ വരുന്നത് ഇപ്പൊ ഈ കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ ഒരു ഈ തുടക്കത്തിൽ ആ ലീനിയർ ഓർഡറിലങ്ങ് വരികയാണോ? അല്ല, അതിൻ്റെ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നോട് ഈ ഇൻസിഡൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ ആളില്ലേ, അപ്പോൾ ആള് പടത്തിൽ വർക്ക് ചെയ്യും, ആർട്ടിക്സ് വർക്ക് ചെയ്യും. ഇപ്പം എന്തോ ആൾ പുതിയ സിനിമ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ എനിക്കൊന്ന് എഴുതി തരാൻ പറഞ്ഞു, അവൻ്റെ ഒരു ഐഡിയയിൽ. അപ്പോൾ പുള്ളി പുള്ളി എന്നെ കുറിച്ച് ഞങ്ങൾക്ക് എഴുതി തന്നു, ഇങ്ങനെയായിരിക്കാം, ഇങ്ങനെ പോയി ബസ് ഇറങ്ങി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. അപ്പോൾ അതിനൊരു എന്താ പറയുക, ചിലപ്പോൾ ഒരു 10, 15, 20 പേജൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. ഒന്ന് എഴുതി തന്നു. കാരണം എനിക്ക് അവിടെ ഇരുന്നിട്ട് ഈ സംഭവം നടന്ന ആളെ പോയി ഇൻ്റർവ്യൂവിന് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ സൂരജ് ഇത് ഞങ്ങൾക്ക് എഴുതി തന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്രക്സ് കിട്ടി, ഇതാണ് നടന്നത്, ഇങ്ങനെയാണ് നടന്നത്. പക്ഷെ ഞങ്ങളത് മാക്സിമം അതിനെ വിട്ടിട്ട് വീണ്ടും സീൻ 1 മുതൽ എഴുതി തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഇത് എവിടെ പോകണോ അവസാനിക്കുന്നു അവിടെ അവസാനിക്കട്ടെ, എത്ര ടൈം വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എഴുതി തുടങ്ങിയത്. ഞങ്ങൾക്ക് അങ്ങനെ ഇതിങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കണം, ക്യാരക്ടേഴ്സ് പോകണം എന്നൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഫിലിം മേക്കിംഗ് ചെയ്യാൻ പറ്റിയ ഒരു കഥയായിരിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനത്തെ ഷോർട്സ് വെക്കാൻ പറ്റണം. നമ്മളൊരു സാധാ കഥ എടുത്തിട്ട് വേറെ ടൈപ്പ് ഷോർട്സ് വെച്ച് ചിലപ്പോൾ വർക്കാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഫിലിം മേക്കിംഗ് ടെക്നിക്കലി ഉൾപ്പെടുത്താൻ പറ്റിയൊരു കഥ നമ്മൾ എഴുതിയെടുക്കുകയായിരുന്നു. ഈ ആ ഒരു മേക്കിങ്ങിലേക്ക് ഇൻസ്പിറേഷൻ എവിടുന്നായിരുന്നു? ഇപ്പം ഈ പറഞ്ഞ പലരായിട്ടും അത്തരം സിനിമ അല്ലെങ്കിൽ നല്ല അർത്ഥത്തിലാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ഇവരൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ചേട്ടൻ ബാംഗ്ലൂരായിരുന്നു, അപ്പോൾ അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പോകും, സ്കൂൾ കൂട്ടിൽ നിന്നൊക്കെ പറയാം, വലിയ സ്കൂൾ കൂട്ടിൽ അപ്പോൾ ചേട്ടൻ അത്യാവശ്യം CD ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പേര് പോലും വായിക്കാൻ പറ്റാത്തൊരു പടം ഞാൻ ആയിട്ട് കണ്ടു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ട്, ക്വിന്റിൻ ടാറാന്റിനോ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമുക്കന്ന് വായിക്കാൻ പോലും അറിഞ്ഞോട്ടെ. അത് പൾപ്പ് ഫിക്ഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാനതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണ്, അല്ലാണ്ട് അത് ബ്രില്യൻ്റ് ആയോ അത് ഭയങ്കര കോയിൻസിഡൻസ് ആയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ.
പക്ഷെ ഞാൻ അതാണ് കണ്ടേ. ഓക്കെ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി, അതിൻ്റെ ഒരു കഥ പറച്ചിലൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ക്വിൻറ്റൻ ടാറാന്റിനോടൊരു വലിയ ഫാനാവുകയും പുള്ളിയുടെ അതിനും തൊട്ട് മുമ്പ് ചെയ്ത പടങ്ങളും പിന്നെ ചെയ്ത പടങ്ങളൊക്കെ കണ്ടു, അത് ഒരുപാട് പ്രാവശ്യം കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നിൽ ഒരു ഡയറക്ടറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് ക്വിൻറ്റൻ ടാറാന്റിനോ പ്ലസ് ഗൈ റിച്ചി അല്ലെങ്കിൽ കോൺ ബ്രദേഴ്സിൻ്റെ ഒക്കെ പടം ഒരുപാട് പ്രാവശ്യം കാണും, ഒരേ പടം തന്നെ പല ആംഗിളിൽ. അപ്പോൾ അതുണ്ടാവാം. ഇപ്പം ഇനിയൊരു സിനിമ ആലോചിക്കുമ്പോഴും ആ രീതിയിലായിരിക്കും മനസ്സിൽ വരാ? ഇനിയൊരു സിനിമ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ എന്താ അവരുടെ ഫിലിം മാത്രമല്ല, നമ്മുടെ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സിന് എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. നമ്മളെ ഇഷ്ടംപോലെ സിനിമ കാണുന്നതാണ്, മലയാളത്തിലായാലും തമിഴിലായാലും ഏത് ഭാഷയിലെ പടവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അത് കോൺഷ്യസ്ലി അല്ല. ഓക്കെ, ഈ സീൻ നമുക്ക് ഇങ്ങനെ എടുക്കാം, അങ്ങനെയല്ല, അത് അറിയാണ്ട് വന്നു പോകാം. ചില ഷോർട്സൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് കോൺഷ്യസ്ലി, ബട്ട് നമ്മൾ ആ കഥ എഴുതുമ്പോൾ നറേറ്റീവിലോട്ട് അൺകോൺഷ്യസ്ലി അത് വന്നു പോകുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിലിമാണ് മേക്ക് ചെയ്യേണ്ടതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. ഞാഞ്ചകളക്കൊക്കെ കാര്യം പറയണേ, മുന്നോട്ട് പോകുമ്പോൾ അറിഞ്ഞുകൂടാ, റൈറ്റിംഗ് ആ സ്റ്റേജ് ആയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ ഇതിലേറ്റവും എനിക്ക് തോന്നുന്നത് ഭയങ്കരമായൊരു നമുക്കിങ്ങനെ ഒന്ന് തോന്നിയത് ആ ചാരായ ഷാപ്പിലെ അടിയും പാട്ടും അതിൻ്റെ ഒരു ഡിസൈനാണ്. അത് എവിടുന്ന രൂപം കൊണ്ട്? ഷാപ്പ് ഫൈറ്റ് എന്തൊക്കെയാലും പടത്തിൽ വേണം, അത് നമ്മൾ കഥയിൽ അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഫൈറ്റ് കാണിക്കണം, അത് നമ്മൾ തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അതിലും കൂടി ഉപയോഗിച്ചിരിക്കുന്ന ട്രാക്ക് തുമ്പി എന്ന് പറഞ്ഞ ട്രാക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മണികണ്ഠൻ എന്നെ ആദ്യം കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മളിത് എഴുതുന്ന സമയത്ത് തന്നെ ഒരു 7.5 minutes ഒറ്റ ട്രാക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലോട്ട് വന്നൊരു വിഷ്വൽ, ഒരു ഇടി ഉണ്ടാവുന്നതൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളത് ഈ ഷാപ്പ് ഫൈറ്റിലോട്ട്, കാരണം അതൊരു ഷാപ്പ് ആംബിയൻസിന് പറ്റിയൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. അത് അതിൽ വേണം ഇവരുടെ ക്യാരക്ടേഴ്സിനെ ട്രാവൽ ഷാപ്പിൻ്റെ ഉള്ളിൽ നിന്നും അത് പോയി ഒരു ഫൈറ്റിൽ അവസാനിക്കണമെന്നും വീണ്ടും ആ ട്രാക്ക് അവിടെ നിന്ന് തുടങ്ങി കുറച്ചും കൂടി ഇലക്ട്രോ അല്ലെങ്കിൽ വേറൊരു എലമെൻസും കൂടി ചേർന്ന് വന്നിട്ട് പോകണം എന്നൊരു തീരുമാനം എനിക്ക് മ്യൂസിക് ഡയറക്ടറുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ വേറെ പല സോങ്സും യൂസ് ചെയ്തിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഡാൻസിന് വേണ്ടിയിട്ട് തുമ്പി യൂസ് ചെയ്തു, മറ്റേ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള പല ട്രാക്സും വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ആർ രാജശേഖർ പോലത്തെ ഒരു ഫൈറ്റ് മാസ്റ്ററാണ്, അപ്പോൾ ആളുടെ ടാലൻറ്റ് നമുക്കറിയാവുന്നതാണല്ലോ. അയ്യപ്പനും കോശിയും അല്ലെങ്കിൽ ഒരുപാട് തമിഴ് പടം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ എന്ത് ഷോട്ട് പറഞ്ഞാലും പുള്ളി അത് എടുത്തു തരും. അങ്ങനത്തെ ഒരു ആളാണ് ആർമോ. അപ്പോൾ അങ്ങനെയാണ് അതിലോട്ട് എത്തിയത്. പിന്നെ ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാം, മനസ്സിലുണ്ടാവും. മനസ്സിലുണ്ടായിരുന്നു. ഡാൻസിലൊരു മൈക്കിൾ ജാക്സൺ ഫീൽ ഉണ്ട്. അതൊരു ഈ ക്യാരക്ടറെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും പുള്ളി ഡാൻസ് കളിക്കും, നോക്കി ചിരിക്കും. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് നമ്മളത് അങ്ങനെ തന്നെ സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ആളെ ഇതിനു മുമ്പ് കാണുന്നത് കമ്മട്ടിപ്പാടത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ തമ്പുരാൻ എഴുന്നള്ളി ആൽബത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടൊക്കെ തന്നെയാണോ വിളിക്കുന്നത്? ആ കമ്മട്ടിപ്പാടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിലോട്ട് ഇപ്പോൾ ഒരു ഗില്ലാപ്പി ആക്കാം എന്നുള്ള തീരുമാനം വരുന്നത് ബാലേട്ടൻ്റെ പ്രണയ കവിത കണ്ടിട്ടാണ്. ഈ ഗില്ലാപ്പി എന്നൊക്കെയുള്ള പേര് ഈ പറഞ്ഞ അങ്കമാലി ടച്ചാണ്. എനിക്ക് തോന്നി ഇപ്പോൾ അങ്കമാലി ഒരു ഫിലിം യൂണിവേഴ്സ് തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു ടേസ്റ്റ് വേറെയാണ്, നിങ്ങളുടെ ഒരു വിഷ്വൽ സെൻസ് എല്ലാം വേറെയാണ്. ഈ അങ്കമാലിയിലെ ആ ഒരു ഗ്രോയിങ് അപ്പ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇതിലേക്ക്? അതല്ല, നമ്മൾ അങ്കമാലിയിൽ ജനിച്ച് വളരുമ്പോൾ ഈ പേരുകളൊന്നും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ നടവരമ്പൻ പീറ്റർ, നടവരമ്പൻ ബിജു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര അടുത്തറിയാവുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾക്കിത് ഭയങ്കര യൂഷ്വൽ നെയിമാണ്. ഇപ്പോൾ ചേട്ടൻ അങ്കമാലി ഡാരിസിലും അല്ലെങ്കിൽ ഭീമൻ്റെ വഴിയിലൊക്കെ ഇങ്ങനത്തെ പേരുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്ത് ഡിഫറൻ്റ് ആണ് നമ്മുടെ നാടെന്ന് മനസ്സിലാവുകയും ആ പേരുകൾ മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ, ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഗില്ലാപ്പി എന്നുള്ള ഒരാൾ അങ്ങനെ ഉണ്ടായിരുന്നു, അങ്കമാലി തന്നെയല്ല അങ്കമാലിയുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ആ പേരെടുക്കുകയും അത് രണ്ടുപേർക്കായിട്ട് വിധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പം ചെമ്പൻ വിനോദ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഈ സിനിമയുടെ ഭാഗമാകുമ്പം പ്രൊഡക്ഷനിൽ മാത്രമല്ല അല്ലാണ്ട് ഒരു ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ടോ? കാരണം പുള്ളിയുടെ ഒരു എക്സ്പീരിയൻസ് സീനിയോറിറ്റി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആർക്കും തോന്നാം പുള്ളി ഇടപെട്ടിട്ടുണ്ടാവല്ലോ. സത്യം പറഞ്ഞില്ല, കാരണം പുള്ളിയാണ് നമുക്ക് അതിനുള്ള ഫ്രീഡം തന്നിരുന്നു കംപ്ലീറ്റ്ലി. ഞാനും എൻ്റെ കൂടെ എഴുതുന്ന വിഗിലിനും നിങ്ങൾ എന്ത് എഴുതി കൊണ്ടാ അത് ഷൂട്ടിംഗ് സമയത്ത് പുള്ളി ചോദിക്കും ഇതെന്താ ഇവിടെ ഇങ്ങനെ. അപ്പോൾ എനിക്കും വിഗിലിനും സിനിമാറ്റോഗ്രാഫർക്കും ഞങ്ങളുടെ പില്ലേഴ്സിനെല്ലാം ഞങ്ങളുടെ മെയിൻ ക്രൂവിൽ ഈവൻ ചീഫ് അസോസിയേറ്റ് മനീഷിനൊക്കെ അറിയാം. കാരണം നമ്മൾ അതിന് മുമ്പ് അവിടെ തന്നെ ആ ലൊക്കേഷൻ്റെ ഭാഗത്ത് തന്നെ ഒരു 2 മാസം പ്രീ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ ആർക്കൊരു ഡൗട്ട് ഉണ്ടായില്ല. അപ്പോൾ ചേട്ടൻ ഞാൻ തന്നെ പോയി ആൻസർ ചെയ്യണമെന്നില്ല, സിനിമാറ്റോഗ്രാഫറിനോ ചീഫ് അസോസിയേറ്റിനോ ആൻസർ കൊടുക്കാൻ പറ്റുമായിരുന്നു. ക്ലാരിറ്റി ഉള്ള ടീമുണ്ട്. ഉണ്ടായിരുന്നു. അതും
അതായിരുന്നു നമ്മുടെ ഒരു സ്ട്രെങ്ത് ഇതിന്റെ. ഓക്കെ. ഞാൻ കേട്ടിരുന്നു ഇതിൽ വേറൊരു കഥാപാത്രം ആദ്യം പുള്ളി ചെയ്യണമെന്നാലോ, അത് ഏത് ക്യാരക്ടറായിരുന്നു? അത് ഞാൻ ഇപ്പൊ പറയില്ല, അത് ശരിയാവില്ല. കാരണം ഇപ്പൊ അതല്ലാത്ത രീതിയിൽ ആൾക്കാർ കണ്ടുല്ലോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് ആൾക്കാരുടെ മനസ്സിൽ അയ്യോ അങ്ങനെയോ അങ്ങനെയൊന്നും കണ്ട. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഏതായിരിക്കും പിടിയിടുന്നില്ല. നമ്മളിപ്പോ അതായത് ഇപ്പോൾ ഒരു കഥാപാത്രം ഇന്ന ആള് തന്നെ ചെയ്യണം, ഈ ആള് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാറുണ്ടാ. ഞാൻ ചിന്തിച്ചത് ചാപ്രയാണോ? ഞാൻ പറയില്ല. ഞാൻ ചേട്ടാ ഈ ക്യാരക്ടർ ഉണ്ട്, ഈ ക്യാരക്ടർ ഉണ്ട്, ചേട്ടൻ ഇത് വേണം. കാരണം ചേട്ടൻ എടുത്തു കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാക്കി. കാരണം ചേട്ടൻ്റെ വീട്ടിലുള്ള ആളാണ്, ചേട്ടൻ ഫസ്റ്റ് കിട്ടും, എന്നിട്ട് വേണം ബാക്കി അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ നടവർമ്മനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു ബാക്കി ക്യാരക്ടേഴ്സിന് മാറ്റവും ഇതൊക്കെ. അപ്പോൾ ചേട്ടൻ നടവർമ്മനാകുമ്പോൾ ചെറിയൊരു ഡ്രാഫ്റ്റ് നമ്മൾ മാറ്റും. കാരണം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാലോ, അതിന് വേറെ കോസ്റ്റ് ഒന്നും ഇല്ല. ലുക്മാൻ തന്നെയായിരുന്നു ഫസ്റ്റ് തോട്ടില്? അങ്ങനെ ഞാൻ പറയില്ല. ലുക്മാൻ തൊട്ടിലുണ്ടായ ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മൾ 1-2 പേരെ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുക്മാൻ നമ്മുടെ ചെമ്പോസ്കി മോശം കേസിൽ തന്നെ ചെയ്ത സുലേഖ മനസ്സിലെ ലീഡ് ആളായിരുന്നു. അപ്പോൾ ഞാനിത് ഇതൊക്കെ പാരലി സംഭവിക്കുന്ന കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ലുക്മാനോട് പറയാൻ പറഞ്ഞു. ചേട്ടൻ വിളിച്ച് പറഞ്ഞാണ്, ലുക്മാനോട് ചെന്നു കഥ പറഞ്ഞു, പുള്ളിക്ക് അത് കണക്റ്റായി, പുള്ളി ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ. ഈ നടവരമ്പൻ പീറ്ററും വസുദേവനും പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. അതിൽ നിങ്ങൾ ഈ സ്ത്രീ കഥാപാത്രങ്ങളുണ്ടല്ലോ, പൊതുവേ ഇപ്പോൾ തോന്നിട്ട് ഇപ്പോൾ ലിജോയുടെ സിനിമയിലാവട്ടെ, ഇപ്പം അങ്കമാലിയിലൊക്കെ എക്സിക്യൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതായിട്ട് പറഞ്ഞത്. അവർ കുറച്ചുകൂടെ റോ ആണ്, കുറച്ചുകൂടി ഭയങ്കര ഒറിജിനലാണ്, കുറച്ചുകൂടി റോ ആണ്. അവരെങ്ങനെ കൺസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ എനിക്ക് പറയാറുണ്ട്, അത് കോൺഷ്യസ്ലി ആണോ അൺകോൺഷ്യസ്ലി ആണോ, ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മയായാലും സിസ്റ്ററായാലും ഭയങ്കര ബോൾഡ് ആയതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതിനൊരു പൊതുബോധം അതല്ലായ്മ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ കാണുന്ന സ്ത്രീകളെല്ലാം ബോൾഡാണല്ലോ. ആരാണ് ബോൾഡ് അല്ലാത്ത എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പടത്തിൽ എന്തുകൊണ്ട് ബോൾഡായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയ പടത്തിൽ എന്തോ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇതിനകത്തുള്ളത് പത്മിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡെയ്സി ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ വസുദേവൻ്റെ ചെറുപ്പത്തിലോട്ട് പോകുമ്പോൾ വസുദേവൻ്റെ അമ്മയായിട്ടുള്ള ഇതുണ്ട്. നമ്മൾ ആ കഥയിൽ അവരെല്ലാം വന്നു പോകുന്നു. ഒരു സാഹചര്യത്തിൽ അവർക്ക് വരാം, അവർക്ക് ഇങ്ങനെ പെരുമാറാം. അതിലൊന്നും എന്താണ് നമ്മളൊരു അന്ന് ഇവർ ബോൾഡായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അതങ്ങനെ ആ കഥയിൽ വരുന്നു പോകുന്നതാണ് അവരങ്ങനെ. അവരവരുടെ പാർട്ടുണ്ട് ഈ പടത്തിൽ. ഇപ്പോൾ പത്മിനിയുടെ കഥാപാത്രമായിരിക്കും കൂടുതൽ ചിലപ്പോൾ ചോദിച്ചതെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല. അപ്പോൾ അവർക്ക് കുറച്ച് സീൻസേ ഉള്ളൂ ശരിക്കും നോക്കി കഴിഞ്ഞാൽ. ആ സീൻസ് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. നമ്മുടെ മനസ്സിൽ അവരുടെ ക്യാരക്ടർ ആർക്കുണ്ട് ടോട്ടാലിറ്റിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഈ പടത്തിൽ നമ്മൾ വരുന്ന സ്ഥലത്ത് ഇവർ ബോൾഡാണ്. അവരും ചിലപ്പോൾ ഇരുന്ന് കരയുന്ന അവർ നിസ്സായ അവസ്ഥ സിറ്റുവേഷൻ്റെ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. സിനിമയിൽ ഇവരിങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് അവരുടെ ഈ മുഖം മാത്രമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പടത്തിൽ അവർ 2 മുഖമൊക്കെ കാണുന്നുണ്ട് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഈ ക്യാരക്ടർ ആക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ മറ്റു കഥാപാത്രങ്ങളൊക്കെ എനിക്കൊരു ആർക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നും. പക്ഷെ എനിക്ക് അതൊരു വിമർശനമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ സിനിമ കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്. ഗില്ലാപ്പികളിലേക്ക് വരുമ്പം അവർക്ക് എവിടെയോ ഒരു സാധനം മിസ്സായതുപോലെ, അവസാനത്തേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് അല്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് പ്രേക്ഷകരുടെ ഒക്കെ കൂടെ കണ്ടു കഴിഞ്ഞൊരു വായന ഉണ്ടാവുമല്ലോ, അതിൽ എന്താ തോന്നുന്നത്? അങ്ങനെ വിമർശനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ആ ക്യാരക്ടേഴ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. അല്ല, വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, അതായത് അവരുടെ ഒരു ക്യാരക്ടർ ആർക്ക് കംപ്ലീറ്റ് അല്ല, അല്ലെങ്കിൽ അവർ പടത്തിൽ അങ്ങനെ കംപ്ലീറ്റ് ആയില്ല, അങ്ങനെയാണോ? അവർ പെട്ടെന്ന് ഓക്കെ അവർ വന്നപ്പോൾ എനിക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു, അവരെന്തോ ചെയ്യാൻ പോകുന്നു എന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവരങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ആ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി അവർക്ക് എന്തോ ചെയ്യാനുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ വേറെ സ്ഥലത്തുനിന്ന് വരുന്നവരാണ്. നമുക്ക് ഡെഫിനറ്റ്ലി അവരെ കണ്ടറിയാം. ആ നാടിന് ചേർന്ന ആളുകളല്ല അവർ. അപ്പം അവരുടെ ഇത്രയും സീൻസ് മതി അവരെന്താണെന്ന് മനസ്സിലാക്കാനും ആളുകളിൽ നിൽക്കാനും. കാരണം അവർ ഒരു സുപ്രഭാതത്തിൽ വന്നാൽ അപ്പം മരിച്ചു, എന്നാൽ തോക്കെടുത്തേക്കാം, ചിറ്റി എടുത്തേക്കാം, ബോംബെറിഞ്ഞേക്കാന്നൊന്നും വിചാരിക്കുന്നില്ല. അവർ ഇതിൻ്റെ ലൈഫിൽ ഇതിനു മുമ്പും ഇങ്ങനെ എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇത്രയും സീൻസിലൂടെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെന്ത് ചെയ്തു അവരുടെ പാസ്റ്റും വ്യക്തമാണ്. പക്ഷെ ഇവിടെ അവരൊന്നും ചെയ്യാത്ത പോലെ എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഈ കഥയിൽ എനിക്ക് ആവശ്യം എന്നല്ല, ഈ കഥയിൽ നമ്മൾ അവരെ കാണിക്കും. ആ ക്യാരക്ടേഴ്സിൻ്റെ ട്രാവലിൽ ആ ഷാപ്പിൽ അവർ ഇന്ന ആളെ കണ്ടുപിടിച്ച് ഉണ്ടാകുന്ന ഫൈറ്റും, അല്ലെങ്കിൽ ബാക്കി ഇപ്പോൾ ഞാൻ പറയുന്നില്ല, സ്പോയിലറാവും, ബാക്കി അവരെന്ത് ചെയ്യുന്നുള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് തികഞ്ഞിരുന്നു. പിന്നെ അതൊരു വിമർശനം ആണെങ്കിൽ ഞാനത് അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ വിമർശനം എന്നല്ല കേട്ടോ, നമുക്കൊരു ഫീൽ ചെയ്തൊരു നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ അത്, നമ്മൾ സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് പറഞ്ഞാണ് ഇപ്പം ഈ അങ്കമാലി എന്നൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം ഈ തെയ്യം ആകട്ടെ, അല്ലെങ്കിൽ പാമ്പിച്ചില് തെയ്യം, ഇതിലിപ്പോൾ പൊറാട്ട്, ഇതുമായിട്ട് നിങ്ങൾ അത്ര പരിചയം ഉണ്ടാവണം ഇല്ല. പക്ഷെ അതിനെ ബ്ലെൻഡ് ചെയ്യാന്നുള്ള ഒരു തോട്ടുണ്ടല്ലോ. അത്ര പരിചയമില്ലാത്തൊരു കലാരൂപങ്ങളാണ്. മേ ബി നിങ്ങളുടെ ചെറുപ്പത്തിലും ആ നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, പക്ഷെ അതുമായിട്ടൊരു കണക്ഷൻ വരാൻ
അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഞങ്ങളവിടെ ഒരു കേളി എന്ന് പറഞ്ഞിട്ടൊരു കളക്റ്റീവ് ഉണ്ട്. അവിടെ സോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്ററി ഞാൻ കണ്ടു. ഇതൊന്ന് വേലുത്തമ്പി തലവയുടെ കഥ ഇങ്ങനെ ഒരു ട്രാവൽ ഡോക്യുമെൻ്ററി പോലെ പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപാട് കലാരൂപങ്ങൾ വെച്ചിട്ടാണ് അവർ ആ കഥ പറഞ്ഞിരിക്കുന്നത്. ഞാൻ തന്നെ അതിശയിച്ചു, ദൈവമേ കേരളത്തിൽ ഇത്രയും കലാരൂപങ്ങളുണ്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ അഞ്ചക്കള്ളക്കോക്കാനായാലും പാമ്പിച്ചിയിലായാലും ആ കലാരൂപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു സോർട്സ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ആ ഒരു ഡോക്യുമെൻ്ററി ആണ്. കാരണം ഞാൻ പോലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അങ്കമാലിൽ ഇത്രയും ഇച്ചിരി ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടാണല്ലോ കൂടുതൽ. ഈ കലാരൂപങ്ങൾ നമ്മൾ മറന്നു തുടങ്ങിയിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു ആ പാവക്കൂത്ത് അല്ലെങ്കിൽ തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങി തെയ്യങ്ങൾ, ഇത്ര തരം തെയ്യങ്ങൾ അല്ലെങ്കിൽ പൊറോട്ട നാടകം ഒരുപാടുണ്ടല്ലോ. നമുക്ക് നമ്പേഴ്സ് ഓഫ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കലാരൂപങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മൾ മറന്നുപോയി, നമ്മൾ ജീവിതത്തിൻ്റെ വേറെ തിരക്കുകളിലേക്ക് പോയി. പക്ഷേ ഈ ഡോക്യുമെൻ്ററി ആണ് എന്നെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം ഇവർ ആ കഥ പറഞ്ഞിരിക്കുന്നത് മൊത്തം ഐ റെക്കമെൻഡ് ആക്ച്വലി. സോർട്സ് ഓഫ് ഡെസ്റ്റിനി അങ്ങനെയാണ്, ആ കലാരൂപങ്ങളിൽ കൂടിയാണ് ആ കഥ പറഞ്ഞു പോയിരിക്കുന്നത്. പാരലി ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ചിന്തിച്ച് കിടക്കുന്ന പെട്ടെന്ന് എനിക്കത് അങ്ങോട്ട് ബ്ലെൻഡായി. അങ്ങനെയാണ് ഞാൻ ഈ പൊട്ടൻ തെയ്യവും ഇതൊക്കെ വെച്ചിട്ട് പാമ്പിച്ച് ചെയ്തത്. അഞ്ചക്കള്ളക്കോക്കാനിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ സോർട്സ് ഓഫ് ഡെസ്റ്റിനിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ കലാരൂപങ്ങൾ എന്നുള്ളത്. ഈ കഥ പൊറാട്ട് നാടകമാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച രാഗ് എന്ന് പറഞ്ഞിട്ട് വാസുദേവൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്ത ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്, ഫ്ലാഷ് ബാക്കിൽ പൊറാട്ടിൽ ചെയ്ത രാഗ് പറഞ്ഞു ഇങ്ങനെ പൊറാട്ട് നാടകം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല കണ്ടിട്ടില്ല, വൻ വൈബാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ ഞാനത് മാക്സിമം യൂട്യൂബിൽ നിന്നും ഓൺലൈനും ബുക്സിൽ നിന്നൊക്കെ എന്ത് കിട്ടും ആ ഇൻഫോർമേഷൻ വെച്ചു. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ചെറുപ്പത്തിൽ അങ്കമാലി കണ്ട കുറച്ച് കലാരൂപങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈസ്റ്ററിനൊക്കെ നടക്കുന്ന ചില എന്താ പറയുക ഞങ്ങളുടെ പള്ളിയിലൊക്കെ പ്ലേ ഒക്കെ ഉണ്ടാവും, അതൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇപ്പോൾ ഈ പൊതുവെയുള്ളൊരു സിനിമ ശീലം എങ്ങനെയായിരുന്നു പണ്ട് തൊട്ടേ? ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് സിനിമയിലേക്ക് വന്നതാണ്. അങ്കമാലിയിൽ മുഖം കാണിച്ചിട്ടുണ്ട്, പക്ഷെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം എന്നാ ഈ സിനിമ ഉള്ളിലേക്ക് കയറിയത്? സിനിമ നമ്മൾ ചെറുപ്പം ഒരു സിനിമ കാണുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും സിനിമ കാണുന്നു, നമ്മൾ സിനിമ കാണുന്നു. പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ തൊട്ടടുത്തൊരു തിയേറ്റർ ഉണ്ട്, ചെങ്ങമനാട് ചിത്രാന്നുണ്ട്. ചെങ്ങമനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അങ്കമാലിക്ക് അടുത്തൊരു 8 കിലോമീറ്റർ, നമ്മുടെ എയർപോർട്ടിനൊക്കെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ അവിടെ കളിക്കുമ്പോഴൊക്കെ കുട്ടികളായിട്ട് കളിക്കുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ഈ സിനിമാ തിയേറ്ററിൽ നിന്ന് വന്ന ശബ്ദങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് സിനിമയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട്, സിനിമയുടെ ശബ്ദത്തിലേക്കൊക്കെ. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി വളർന്നു വരുമ്പോൾ ഉള്ള ഏതൊരു ആളുകളും കാണുന്ന സിനിമകൾ തന്നെയാണ് കാണുന്നത്. പക്ഷെ എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ടൈമും കൂടി നോർമലി സിനിമയിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് കൂടുതൽ കണ്ടു. അങ്ങനെയാണ് സിനിമയോടുള്ള താല്പര്യം വരുന്നത്. പിന്നെ ഇപ്പോൾ ചേട്ടൻ യാദൃച്ഛികമായിട്ട് നടനായി. ലിജോ ചേട്ടൻ്റെ സുഹൃത്താണ്, അങ്ങനെ വിളിച്ചു, പുള്ളി നടനായി. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ സിനിമയൊക്കെ ചർച്ച ചെയ്യും, ആ ചേട്ടൻ ചർച്ച ചെയ്യും, ഇത് കണ്ടിരുന്നു അത് കണ്ടിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യാറുന്നു, അങ്ങനെ ക്രിട്ടിക്കായിട്ടും അല്ലാണ്ടും ചർച്ച ചെയ്യാറുന്നു. പക്ഷെ അതൊരു കരിയർ ആക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഈ സിനിമ സംവിധാനം എന്താണെന്നോ അതൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ അങ്ങനെ നമ്മൾ നോർമലി സ്കൂൾ കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു. പാരലൽ ഇവിടെ ചേട്ടൻ ബിസിനസ് കഴിഞ്ഞ് സിനിമ നടനാവുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ സിനിമയിലോട്ട് അടുപ്പിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ ചേട്ടൻ നടനാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വീട്ടിൽ വരുമ്പോൾ കേൾക്കാം. പിന്നെ ലിജോ ചേട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ലിജോ ചേട്ടനായിട്ട് നമുക്ക് ചേട്ടൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു സൗഹൃദമുണ്ട്. ലിജോ ചേട്ടനും പറയുന്നുണ്ടല്ലോ സിനിമകളെ കുറിച്ചിട്ട്, അത് നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മളെ ഈ എന്താ പറയുക സിനിമയിലോട്ട് കുറച്ച് അടുപ്പിക്കുന്നത്. പിന്നെ അങ്കമാലി ഡയറീസ്. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, അങ്ങനെ ലീവ് എടുത്തിട്ട് എൻ്റെ എക്സിക്യൂഷനിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിത് അകലെ നിന്ന് കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി. ഞാൻ പക്ഷേ പ്രൊഡക്ഷനാണ് നോക്കിയത്, എനിക്ക് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിലോട്ടൊന്നും ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായില്ല. അതിൽ കൂടുതൽ കിട്ടിയ ലേണിംഗ് എന്ന് പറഞ്ഞത് എൻ്റെ ആക്ടേഴ്സിൻ്റെ പ്രശ്നമാണ്. കാരണം എനിക്ക് ആക്ട് ചെയ്യാറുണ്ടോടാ. ഞാൻ ഈ ക്യാമറയുടെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയതെന്ന് എനിക്കറിയാം. അപ്പം ഞാനത് ഒരു ഡയറക്ടറായിട്ട് ഇപ്പുറത്തിരിക്കുമ്പോൾ ഈ ക്യാമറയുടെ അപ്പുറത്തിരിക്കുന്നവർക്ക് അത് മാക്സിമം കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിച്ചായിരുന്നു. കാരണം ഞാൻ എന്നെയാണല്ലോ കാണുന്നത്, ഇതെന്ത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം അവരെ ഒരുപാട് എന്താ പറയുക ഇൻഫോർമേഷൻ ഒന്നും കൊടുത്ത് ബുദ്ധിമുട്ടിക്കാണ്ട് മാക്സിമം ഫ്രീ ആയിട്ടാണ് ചെയ്തത്. അതാണ് എനിക്ക് അങ്കമാലി ഡയറീസിൽ നിന്ന് കിട്ടിയൊരു ഹെൽപ്പ്. എന്നാലും അതൊന്നും അല്ല നമ്മളെ സിനിമ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലോട്ട് എത്തിക്കുന്നത്. എല്ലാവരും പോകാത്തൊരു ഡിഫറെൻറ്റ് വഴി ഞാൻ തിരഞ്ഞെടുത്തു. ഷോർട്ട് ഫിലിം ചെയ്യാം, അതാണല്ലോ എല്ലാവരും പോണ വഴി. അപ്പോൾ ഞാനും ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പാമ്പിച്ച് ചെയ്തു. അപ്പോൾ
അതിൻ്റെ റിസപ്ഷൻ എന്നൊന്നും ഞാൻ പറയില്ല, അത് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാം, അതൊരു സ്ക്രീൻ പ്ലേയിലേക്ക് എത്തിക്കുന്നു, പിന്നെ അതങ്ങനെ സംഭവിക്കുന്നതാണ്. ആക്ച്വലി സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വെച്ച് അതിന്റെ ആദ്യപടി എന്നോടാണ് പാമ്പിച്ചി ചെയ്തത് അല്ലേ? പാമ്പിച്ചി അതിന് വേണ്ടിയിട്ട് മാത്രം എനിക്ക് ഈ പണി അറിയാം, ചെയ്യാൻ പറ്റൂല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. ഓക്കെ. ഇതിൽ കാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ആരും മുഴച്ചു നിൽക്കുന്നവരോ ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു പീരിയഡ് സെറ്റിംഗ് ആണെന്ന് പറഞ്ഞു, ഒരു 90s ആ ഒരു സമയമാണല്ലോ. അപ്പം അതിനേക്ക് വേണ്ടി ഇപ്പോൾ അവിടുത്തെ കടകളാവട്ടെ, ആ ഒരു ഭൂപ്രദേശം സെറ്റ് ചെയ്യാൻ സ്റ്റേഷൻ, അതിനു വേണ്ടി എന്താ ചെയ്തത്? ഒരുപാട് മാറ്റങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളൊരു ആർട്ട് ഡയറക്ടറെ സമീപിച്ചു എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തത്. രഞ്ജിത്ത് കൊത്തേരി എന്ന് പറഞ്ഞിട്ട് ആർട്ട് ഡയറക്ടറാണ്. അപ്പോൾ പുള്ളി നമ്മുടെ ഒരു ഫ്രണ്ട് പോലെയാണ്. നമുക്ക് പറയാം ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് വേണ്ട, ഇങ്ങനെയൊക്കെയാണ് വേണ്ട, അപ്പോൾ പുള്ളി അതൊക്കെ ചെയ്തു തരും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ഞങ്ങൾക്കൊന്നും വേറെ പടവും വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ ടെക്നിക്കൽ ടീം, ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ ഫുൾ ടൈം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റിംഗ് പരിപാടി അതും കൂടി ചേർത്തിട്ടാണ് ആർട്ട് വർക്ക് കിടക്കുന്നത്. അല്ലാണ്ട് ആർട്ട് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റിംഗ് ഒന്നും അല്ല, ഇതെല്ലാം അങ്ങനെ പ്ലാൻ ചെയ്തു. ഞാൻ എസ്പെഷ്യലി സ്റ്റേഷൻ്റെ കാര്യം പറയുന്നത്. ഔട്ട്ഡോറൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒക്കെ ചെയ്യുന്നത്. സ്റ്റേഷൻ ഞങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അങ്ങനത്തെ ഒരു പോർഷൻ വരുന്നതാണ്. ഇവിടുന്ന് പൊട്ടി ഇങ്ങോട്ട് പോകണം, ഇവിടുന്ന് പോയി ഇവിടെ നിൽക്കണം, ഇവിടെ ഒരു വാതിൽപ്പടി വേണം, ഇവിടെ ഒരു ഹുക്ക് വേണം, അതൊക്കെ അങ്ങനെ. പിന്നെ ആ സ്റ്റേഷൻ്റെ ഓരോ സീൻസും കാണിക്കുമ്പോൾ ഈ സ്റ്റേഷൻ ആളുകൾക്ക് മനസ്സിലാവണം ഇവിടെ ഒരു റൂമുണ്ട്, ഇങ്ങോട്ട് പോയി ഇപ്പുറത്തൊരു റൂമുണ്ട്. അപ്പോൾ ഓരോ സീൻസും അങ്ങനെ തന്നെ ഇത് ഇവിടെ ആയിരിക്കും നടക്കുന്നത്, ഇത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഈ സ്റ്റേഷൻ്റെ ഒരു മാപ്പ്, ആ ക്യാരക്ടർ ഡെഫിനറ്റ്ലി പ്ലസ് ആ ഒരു മാപ്പിംഗ് വേണമല്ലോ. ഇയാളെന്ത് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നടക്കുന്നത് കാണാത്തതെന്നൊക്കെ ഉള്ളത് മനസ്സിലാവണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ അത് മനസ്സിലായാൽ നല്ലത്. അങ്ങനെയാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരോട് വലിയൊരു ഓഡിയൻസിനോട് കണ്ടപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? നമ്മൾ ആദ്യത്തെ ഷോ കാണുന്നത് ഇതിനകത്ത് വർക്ക് ചെയ്തവരും കുറച്ചൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്നവരും പിന്നെ വളരെ കുറച്ചുള്ളൂ നോർമലായിട്ട് ടിക്കറ്റ് എടുത്ത് വരുന്നത്. പിന്നെ ഓടിൻ്റെ ഒപ്പം കാണുന്നത് ഞാൻ രാഗത്തിൽ പോയിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 750 ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ രാഗം പോലത്തെ ഒരു തിയേറ്ററിൽ എത്ര ആൾക്കാരൊപ്പം ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഫൺ അല്ലെങ്കിൽ അതിൻ്റെ വയലൻസ് അതൊക്കെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ഭ്രമയുഗം ഇറങ്ങി, പ്രേമലു ഇറങ്ങി, മഞ്ഞുമൽ ഇറങ്ങി, വലിയ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയം. ഇപ്പൊ ബേസിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു കലങ്ങി തെളിയാനുള്ള സമയമായിരുന്നു കഴിഞ്ഞ വർഷം, ഇനി വരാൻ പോകുന്ന നല്ല സിനിമകളായിരിക്കും. അപ്പൊ അതിന്റെ ഒരു തുടർച്ച എന്നോടാണ് ഇതിന്റെ ഒരു വിജയം വരുന്നത്. അതിനെങ്ങനെയാ ആ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഈ 3 പടങ്ങളും ഫസ്റ്റ് ഷോ ഞാൻ പോയി കണ്ടതാ, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ വരുന്ന ചിത്രങ്ങളും ഞാൻ പോയി കാണും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ കാണും. ഇപ്പോൾ ഞാൻ പുറത്തായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 1 വീക്ക് 2 വീക്സ് ഗ്യാപ്പിലായിരിക്കും തന്നെ ഞാൻ പോയി കാണും. ഞാൻ നല്ലൊരു ഓഡിയനായിട്ട് അത് കാണുന്നു, എൻജോയ് ചെയ്യുന്നു ഉള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി മലയാള സിനിമേനെ ഇപ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രിയൊക്കെ നോക്കി കാണുന്നുണ്ട് വളരെ നല്ല രീതിയിൽ, നല്ല രീതിയിലാണ് ഇവിടുത്തെ കണ്ടന്റുകളെ. അപ്പോൾ അതിലോട്ട് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത അഞ്ചക്കള്ള കോക്കാനും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ സന്തോഷം. നല്ല റിവ്യൂസ് അല്ലേ നിങ്ങൾക്ക് വരുന്നത്? അതെ അതെ അല്ലേ. ഇപ്പൊ ഞാൻ സിനിമയുടെ ശേഷം ഒരാൾ പോലും മോശം എഴുതി ഞാൻ കണ്ടില്ല. അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്? അതെ, ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ എന്താ അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ല. ഡെഫിനറ്റ്ലി കുറേ ക്രിട്ടിക് വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വാം വെൽക്കമിങ് ഇട്ട്. അപ്പോൾ അത് അടുത്ത പടത്തിൽ ഞങ്ങൾ ഇനിയൊരു പടം ഉണ്ടെങ്കിൽ അതിനകത്ത് വരാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ജനറലി ഫേവറബിൾ റിവ്യൂസ് എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. സന്തോഷമില്ലല്ലോ എന്ന് പറയായിരുന്നു. അയ്യോ അല്ല, അതിപ്പോൾ നമ്മൾ ഒരു പടം ചെയ്തു അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ സന്തോഷമുണ്ട്. അതിലിപ്പോൾ ഇപ്പോൾ ചേട്ടനെ അഭിനയിപ്പിക്കാൻ നല്ലതേ അനുസരിപ്പിക്കാനൊക്കെ എളുപ്പമായിരുന്നു. അല്ല, ചേട്ടനെ നമ്മൾ അങ്ങനെ അനുസരിപ്പിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ചേട്ടനറിയാം ഈ കഥാപാത്രം എന്താണെന്ന്, സിനിമാറ്റോഗ്രാഫർക്ക് അറിയാം ഇങ്ങനെയൊക്കെയാണ് ഷോട്ട്സ് വേണ്ടതെന്ന്. പിന്നെ ബാക്കി എല്ലാ ടെക്നിക്കൽ ടീമും ഉണ്ട്, ചേട്ടൻ അഭിനയിച്ചോളും. പിന്നെ ചേട്ടനും ലുക്മാനും, ഇപ്പോൾ ചെമ്മൻ വിനോദ് ലുക്മാൻ എന്ന് പറഞ്ഞാൽ 2 വ്യക്തികൾ ഇവിടെ വസുദേവൻ നടവർമ്മൻ പീറ്റർ എന്ന് പറയുമ്പോൾ വരുമ്പോൾ അവർക്കൊരു എന്താ പറയുക വൈബ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കാനും ഇതിനും. അപ്പോൾ അവരതങ്ങനെ ക്യാരി ചെയ്യാൻ നമ്മളത് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലിപ്പോൾ പറഞ്ഞല്ലോ ചേട്ടനും നിങ്ങൾ തമ്മിൽ സിനിമ, എന്നാലും നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണ്? കുറച്ച് ഫണ്ണാണോ അല്ലെങ്കിൽ സീരിയസ്? ഞങ്ങൾ അങ്കമാലിയിൽ ഭയങ്കര ഫണ്ണാണ്. അതെ, ഞങ്ങളവിടെ വീട്ടിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളവിടെ പാടത്ത് പോയിരിക്കുമ്പോഴും ഞങ്ങളുടെ കസിൻസിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇത് പ്രൊഫഷനും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഭയങ്കര ഫണ്ണാണ്. ചേട്ടൻ അനിയനും തന്നെയാണല്ലോ. ഈ വഴക്കുണ്ടാകുന്ന അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല? അതോ സാധാരണ അതല്ലോ വീട്ടിലായിരിക്കുമ്പോൾ ഒരു ചേട്ടൻ അനിയനും സാധാരണ തന്നെ എല്ലാ വഴക്കുകളും ഉണ്ടാവാറുണ്ട്. സെറ്റിലായിരിക്കുമ്പോൾ ഒരു ഡയറക്ടർ, ആക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഡയറക്ടർ, അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പൊതുവെ നിങ്ങളൊരു സിനിമ ഇൻട്രസ്റ്റ് സെയിം ആണോ? ഒരേ ടൈപ്പ് സിനിമകൾ കാണുന്നവർ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇപ്പോൾ
ഇപ്പം ഞാനൊരു സിനിമ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു ചേട്ടൻ ഇത് കാണണം ഇപ്പോൾ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ചേട്ടൻ ഇഷ്ടപ്പെട്ട പടങ്ങൾ എന്നോടും പറയാറുണ്ട്. ഓക്കെ. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പടം ചേട്ടൻ വർക്ക് ആവാണ്ടിരിക്കുകയും അതുപോലെ ചേട്ടൻ പറഞ്ഞ പടം എനിക്ക് വർക്ക് ആവാണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോയി കുറേ ഗംഭീര സിനിമകൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് പണ്ട് ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആയിരിക്കുമ്പോൾ. ഇപ്പോൾ ഇനി ഇതിന് ശേഷം അടുത്ത വർക്ക് ചെയ്യാൻ പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ എഴുത്ത് അതിൻ്റെ കഥയും ചേട്ടനറിയാം, ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതായിരുന്നില്ല ഫസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച സിനിമ. അല്ല അതിനു മുമ്പ് ഞാനൊരു കഥ എഴുതിയിരുന്നു. ഐ മീൻ നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ടാണ് അപ്പോൾ എഴുതണേ. അതായത് നമുക്ക് എഴുതി എത്തിക്കാം ശ്രമിക്കാം എന്ന് വെച്ചിട്ട് എഴുതി ഒരു പകുതി വഴിക്ക് നിർത്തി വെച്ചൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്. അപ്പോൾ അത് റീവർക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നതേ തീയപ്തി, അതിനുശേഷം അതിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ട് അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതിൽ ആ വോയിസും അതാണ് അമ്മയുടെ എന്ന് പറഞ്ഞത്. അതാണ്. അപ്പോൾ അമ്മ അമ്മ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി. അത് ശങ്കരാഭരണം എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്കിൽ കുട്ടി മരിച്ചു കിടക്കുന്നിടത്ത് പറയണതാണോ? അതെ, ആ ഒരു ആൾ എന്നിട്ട് പറഞ്ഞിട്ട് അമ്മയാണ്. അപ്പൊ അമ്മേനെ തന്നെ ഡബ് ചെയ്യാൻ വിളിച്ചു. അപ്പൊ ഈ അമ്മയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് അഞ്ചക്കളൊക്കെ നോക്കാനുള്ള വാക്ക് കേൾക്കണം. അപ്പൊ നമ്മോട് പറഞ്ഞു ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ചേട്ടനുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിൽ. അപ്പം അമ്മ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് റിവർബൊക്കെ കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ഞാൻ അത് മ്യൂസിക് ഡയറക്ടറിന് ആ പീസ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ബഞ്ച് എന്ന് പറഞ്ഞ CG ടീം നമ്മൾ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് തന്നെ അവർ അതും ക്രിയേറ്റ് ചെയ്ത് അത് ബ്ലെൻഡ് ചെയ്തു വിത്ത് മ്യൂസിക് ആൻഡ് സൗണ്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ ഒന്നാണ്.